എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം. ശിശുദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു കൊച്ചു പ്രസംഗം പഠിച്ചാലോ? കൂട്ടുകാർ തയ്യാറാണല്ലോ? മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി കൊണ്ടാടുന്നത്. 1889 നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി, നവഭാരത ശില്പി, ഗ്രന്ഥകാരൻ, സ്വാതന്ത്ര്യ സമരസേനാനി എന്നീ വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട്. പൂന്തോട്ടത്തിലെ മൊട്ടുകൾ പോലെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിചരിക്കപ്പെടേണ്ടവരാണ് കുഞ്ഞുങ്ങൾ. രാഷ്ട്രത്തിൻ്റെ ഭാവി അവരുടെ കൈകളിലാണ്. നെഹ്റുജിയുടെ പ്രസിദ്ധമായ വാക്കുകളാണിത്. കുട്ടികളോട് അദ്ദേഹം കാണിച്ചിരുന്ന സവിശേഷമായ വാത്സല്യവും ഉത്തരവാദിത്വവുമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കുട്ടികളുടെ ദിനമായി ആഘോഷിക്കാൻ കാരണമായത്. പ്രധാനമന്ത്രി ആയതിനു ശേഷവും ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ പോലും കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. കുട്ടികളുടെയും യുവാക്കളുടെയും വിദ്യാഭ്യാസം, ആരോഗ്യം, പുരോഗതി എന്നിവയ്ക്കായി അദ്ദേഹം വളരെയേറെ പ്രവർത്തിച്ചു. ഭാവിയിൽ വികസിത സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാൽ കുട്ടികളാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തിയെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ബാലവേലയും കുട്ടികളോടുള്ള അതിക്രമവും ഇല്ലാത്ത ഇന്ത്യയായിരുന്നു ചാച്ചാജിയുടെ സ്വപ്നം. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളോടുള്ള അതിക്രമങ്ങളും കുട്ടികളിലെ ആത്മഹത്യയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പലരും കുഞ്ഞുങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല. ശരിയായ ശ്രദ്ധയും സ്നേഹവും വിദ്യാഭ്യാസവും കിട്ടിയാൽ മാത്രമേ ചാച്ചാജിയുടെ വാക്കുകൾ പോലെ കുട്ടികൾ രാജ്യത്തിൻ്റെ ശോഭനമായ ഭാവിയായി മാറുകയുള്ളൂ. കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ചാച്ചാജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പനിനീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ശിശുദിനാശംസകൾ.